ഉൽപ്പത്തി അധ്യായം 26. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം, ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്കു കേട്ടു, എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു. ആ സ്ഥലത്തെ ജനം അവൻ്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എൻ്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു. അവൻ അവിടെ ഏറെക്കാലം പാർത്ത ശേഷം ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്ക് കിളിവാതിൽക്കൽ കൂടി നോക്കി ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റിബേക്കയോടുകൂടെ വിനോദിക്കുന്നത് കണ്ടു. അബീമേലെക്ക് ഇസഹാക്കിനെ വിളിച്ചു, അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം, പിന്നെ എൻ്റെ സഹോദരിയെന്ന് നീ പറഞ്ഞത് എങ്ങനെ എന്ന് ചോദിച്ചതിന് ഇസഹാക്ക് അവനോട്, അവളുടെ നിമിത്തം മരിക്കാതിരിപ്പാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അബീമേലെക്ക്, നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അബീമേലെക്ക്, ഈ പുരുഷനെയോ അവൻ്റെ ഭാര്യയെയോ തൊടുന്നവന് മരണശിക്ഷയുണ്ടാകും എന്ന് സകല ജനത്തോടും കൽപ്പിച്ചു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. അബീമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ കൂടാരമടിച്ചു അവിടെ പാർത്തു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരോട് ശണ്ഠയിട്ടു. അവർ തന്നോട് ശണ്ഠയിട്ടതുകൊണ്ട് അവൻ ആ കിണറ്റിന് ഏശെക്ക് എന്ന പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ശണ്ഠയിട്ടതുകൊണ്ട് അവൻ അതിന് സിദ്ന എന്ന പേർ വിളിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ഠയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു അവനതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അവിടെ നിന്ന് അവൻ ബേർഷെബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തൻ്റെ കൂടാരം അടിച്ചു. അവിടെയും ഇസഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അനന്തരം അബീമേലെക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീക്കോലും ഗെരാരിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഇസഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ചു നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവർ,
യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോടൊരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് ഒരു വിരുന്നൊരുക്കി. അവർ ഭക്ഷിച്ച് പാനം ചെയ്തു. അവർ അതികാലത്ത് എഴുന്നേറ്റ് തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസഹാക്ക് അവരെ യാത്രയച്ചു. അവർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി. ആ ദിവസം തന്നെ ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറ്റിൻ്റെ വസ്തുത അവനെ അറിയിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അതിന് അവൻ ശിബ എന്ന് പേരിട്ടു. അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്നുവരെ ബേർ ഷേബ എന്ന് പേർ. ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്യനായ ഏലോൻ്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഇവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന കാരണമായിരുന്നു. അധ്യായം 27. ഇസഹാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാൺമാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ചു അവനോട് മകനെ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇസഹാക്ക് തൻ്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തൻ്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ചു. ഞാൻ എൻ്റെ മരണത്തിന് മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആകയാൽ മകനെ, നീ എൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കും. നിന്റെ അപ്പൻ തിന്ന് തൻ്റെ മരണത്തിന് മുമ്പേ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അതിന് യാക്കോബ് തൻ്റെ അമ്മയായ റിബേക്കയോട്, എൻ്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനും ആകുന്നുവല്ലോ. പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും. ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ അവനോട്, മകനെ, നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ. എൻ്റെ വാക്ക് മാത്രം കേൾക്ക, പോയി കൊണ്ടുവാ എന്ന് പറഞ്ഞു. അവൻ ചെന്ന് പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു. അമ്മ അവൻ്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി. പിന്നെ റിബേക്ക വീട്ടിൽ തൻ്റെ പക്കൽ ഉള്ളതായ മൂത്ത മകൻ ഏശാവിൻ്റെ വിശേഷ വസ്ത്രമെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. അവൾ കോലാട്ടിൻ കുട്ടികളുടെ തോൽ കൊണ്ട് അവൻ്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു. താൻ ഉണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തൻ്റെ മകനായ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പാ എന്ന് പറഞ്ഞതിന് ഞാൻ ഇതാ, നീ ആർ മകനെ എന്ന് അവൻ ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്ന് എൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഇസഹാക്ക് തൻ്റെ മകനോട്, മകനെ, നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയതെങ്ങനെ എന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു. ഇസഹാക്ക് യാക്കോബിനോട്, മകനെ, അടുത്തു വരിക. നീ എൻ്റെ മകനായി ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ അപ്പനായി ഇസഹാക്കിനോട് അടുത്തു ചെന്നു.
അവൻ അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏശാവിൻ്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. അവൻ്റെ കൈകൾ സഹോദരനായ ഏശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ മകൻ്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു. അവൻ അടുക്കൽ കൊണ്ടുചെന്നു, അവൻ തിന്നു. അവൻ വീഞ്ഞും കൊണ്ടുചെന്നു, അവൻ കുടിച്ചു. പിന്നെ അവൻ്റെ അപ്പനായ ഇസഹാക്ക് അവനോട്, മകനെ, നീ അടുത്തു വന്നെന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു അവനെ ചുംബിച്ചു. അവൻ അവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എൻ്റെ മകൻ്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ. ദൈവം ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്ക. നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ അവൻ്റെ സഹോദരൻ ഏശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു. അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് അപ്പനോട്, അപ്പൻ എഴുന്നേറ്റ് മകൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവൻ്റെ അപ്പനായ ഇസഹാക്ക് അവനോട്, നീ ആർ എന്ന് ചോദിച്ചതിന്, ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ ഏശാവെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇസഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി. എന്നാൽ വേട്ട തേടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ? നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകും എന്ന് പറഞ്ഞു. ഏശാവ് അപ്പൻ്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു. അപ്പാ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു. അതിന് അവൻ, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ശരി, യാക്കോബ് എന്നല്ലോ അവൻ്റെ പേര്. 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു. അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു. ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. നീ എനിക്ക് ഒരനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്ന് അവൻ ചോദിച്ചു. ഇസഹാക്ക് ഏശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി, അവൻ്റെ സഹോദരന്മാരെ ഒക്കെയും അവന് ദാസന്മാരാക്കി, അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ടു മകനെ എന്ന് ഉത്തരം പറഞ്ഞു. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പാ? എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എന്നാറെ അവൻ്റെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. മൂത്ത മകനായ ഏശാവിൻ്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ചു അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു. ആകയാൽ മകനെ, എൻ്റെ വാക്ക് കേൾക്ക. നീ എഴുന്നേറ്റ് ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കലേക്ക് ഓടിപ്പോക. നിന്റെ സഹോദരൻ്റെ ക്രോധം ശമിക്കുവോളം കുറേ നാൾ അവൻ്റെ അടുക്കൽ പാർക്ക. നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കാം. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതെയാകുന്നത് എന്തിന്? പിന്നെ റിബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായ
ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അധ്യായം 28. അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ നിന്ന് നിനക്ക് ഒരു ഭാര്യയെ എടുക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പദ്ദൻ അരാമിൽ അരാമ്യനായ ബെഥുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനുമായ ലാബാൻ്റെ അടുക്കൽ പോയി. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പദ്ദൻ അരാമിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദ്ദൻ അരാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തൻ്റെ അപ്പനായ ഇസഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ടു ഏശാവ് ഇശ്മയേലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇശ്മയേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയിണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ സ്ഥലത്തിന് ലൂസ് എന്ന പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. അധ്യായം 29. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അവൻ വെളിം പ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വായ്ക്കൽ അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും.
യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടുത്തുകാർ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ നാഹോരിൻ്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയും എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സുഖം തന്നെ, അവൻ്റെ മകൾ റാഹേൽ അതാ ആടുകളോടുകൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. പകൽ ഇനിയും വളരെയുണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവിൻ എന്ന് അവൻ പറഞ്ഞതിന് അവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ. അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അപ്പൻ്റെ ആടുകളോട് കൂടെ വന്ന് അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് റാഹേലിനെ ചുംബിച്ചു പൊട്ടിക്കരഞ്ഞു. താൻ അവളുടെ അപ്പൻ്റെ സഹോദരനെന്നും റിബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു. ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിൻ്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. അവനെ ആലിംഗനം ചെയ്തു ചുംബിച്ചു വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ലാബാനോട് വിവരം ഒക്കെയും പറഞ്ഞു. ലാബാൻ അവനോട്, നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ 1 മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എൻ്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്ക് എന്തു പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു. എന്നാൽ ലാബാന് 2 പുത്രിമാർ ഉണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിനു വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോട് കൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. അനന്തരം യാക്കോബ് ലാബാനോട്, എൻ്റെ സമയം തികഞ്ഞിരിക്കിയാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരയണം എന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചുകൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ തൻ്റെ മകൾ ലേയയെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തൻ്റെ മകൾ ലേയയ്ക്ക് തൻ്റെ ദാസി സിൽപ്പയെ ദാസിയായി കൊടുത്തു. നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തത് എന്ത്? റാഹേലിനു വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ കൊടുക്ക, ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്ക. എന്നാൽ നീ ഇനിയും 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്കു വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു. തൻ്റെ മകൾ റാഹേലിന് ലാബാൻ തൻ്റെ ദാസി ബിൽഹയെ ദാസിയായി കൊടുത്തു. അവൻ റാഹേലിൻ്റെ അടുക്കലും ചെന്നു. റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. പിന്നെയും 7 സംവത്സരം അവൻ്റെ അടുക്കൽ സേവ ചെയ്തു. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അവൾ അവന് രൂബേൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട്
ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. അധ്യായം 30. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട്, എനിക്ക് മക്കളെ തരേണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. അതിന് അവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കളുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ചു യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ടു, എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതു ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞു. അവന് നഫ്താലി എന്ന് പേരിട്ടു. തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടാറേ തൻ്റെ ദാസി സിൽപ്പയെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു. ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിനൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞു. അവന് ആശേർ എന്ന് പേരിട്ടു. ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂബേൻ പുറപ്പെട്ട് വയലിൽ ദൂദായിപ്പഴം കണ്ട് തൻ്റെ അമ്മയായ ലേയയുടെ അടുക്കൽ കൊണ്ടുവന്നു. റാഹേൽ ലേയയോട്, നിന്റെ മകൻ്റെ ദൂദായിപ്പഴം കുറെ എനിക്ക് തരേണം എന്ന് പറഞ്ഞു. അവൾ അവളോട്, നീ എൻ്റെ ഭർത്താവിനെ എടുത്തതുപോലെയോ, എൻ്റെ മകൻ്റെ ദൂദായി പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ, ആകട്ടെ, നിന്റെ മകൻ്റെ ദൂദായി പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റു ചെന്നു. നീ എൻ്റെ അടുക്കൽ വരേണം, എൻ്റെ മകൻ്റെ ദൂദായി പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൻ അവളോട് കൂടെ ശയിച്ചു. ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ചു യാക്കോബിന് 5ാമതൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ, ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസാഖാർ എന്ന് പേരിട്ടു. ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും, ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ചു, അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസെഫ് എന്ന് പേരിട്ടു. റാഹേൽ യോസെഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരേണം.
ഞാൻ പോകട്ടെ, ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ പോകരുതേ. നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. നിനക്ക് എന്തു പ്രതിഫലം വേണം എന്ന് പറക, ഞാൻ തരാം എന്ന് പറഞ്ഞു. അവനവനോട്, ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയുന്നു. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്നും പറഞ്ഞു. ഞാൻ നിനക്ക് എന്തു തരയണം എന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരേണ്ട. ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ചു പാലിക്കാം. ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവുമുള്ളതിനെയും വേർതിരിക്കാം. അത് എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും. കോലാടുകളിൽ പുള്ളിയും മറുവുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതും എല്ലാം മോഷ്ടിച്ചതായി എണ്ണാം. അതിന് ലാബാൻ, നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവൻ വരയും മറുവുമുള്ള മൊട്ടാടുകളെയും പുള്ളിയും മറുവുമുള്ള പെൺ കോലാടുകളെ ഒക്കെയും വെണ്മയുള്ളതിനെ ഒക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെ ഒക്കെയും വേർതിരിച്ചു അവൻ്റെ പുത്രന്മാരുടെ കയ്യിലേൽപ്പിച്ചു. അവൻ തനിക്കും യാക്കോബിനുമിടയിൽ 3 ദിവസത്തെ വഴിയകലം വെച്ചു. ലാബാൻ്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയായി തോലുരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ചു. അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു. വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പെറ്റു. ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ചു. ആടുകളെ ലാബാൻ്റെ ആടുകളിൽ വരയും മറുവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി. തൻ്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാൻ്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി. ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനും ആയിത്തീർന്നു. അവൻ മഹാസമ്പന്നനായി. അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. അധ്യായം 31. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പൻ്റെ വകകൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയാറെ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളിച്ചെയ്തു. യാക്കോബ് ആളയച്ചു റാഹേലിനെയും ലേയെയും വയലിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ അടുക്കൽ വിളിപ്പിച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു. എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ചു.
എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലം ആയിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. എങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പെറ്റു. വരയുള്ളവ നിന്റെ പ്രതിഫലം ആയിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. എങ്കിൽ കൂട്ടമൊക്കെയും വരയുള്ള കുട്ടികളെ പെറ്റു. ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുവും ഉള്ളവ എന്ന് കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറുവുമുള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിൻ്റെ ദൈവം ആകുന്നു ഞാൻ. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. റാഹേലും ലേയും അവനോട് ഉത്തരം പറഞ്ഞത്, അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇനി ഓഹരിയും അവകാശവും ഉണ്ടോ? അവൻ ഞങ്ങളെ അന്യരായിട്ടല്ലയോ വിചാരിക്കുന്നത്? ഞങ്ങളെ വിറ്റ് വിലയും എല്ലാം തിന്നു കളഞ്ഞുവല്ലോ. ദൈവം ഞങ്ങളുടെ അപ്പൻ്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സമ്പത്തൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ. ആകയാൽ ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക. അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി തൻ്റെ കന്നുകാലികളെ ഒക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പദ്ദൻഅരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തൻ്റെ അപ്പനായ ഇസ്ഹാക്കിൻ്റെ അടുക്കൽ പോകുവാൻ പുറപ്പെട്ടു. ലാബാൻ തൻ്റെ ആടുകളെ രോമം കത്രിപ്പാൻ പോയിരുന്നു. റാഹേൽ തൻ്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. താൻ ഓടിപ്പോകുന്നത് യാക്കോബ് അരാമ്യനായ ലാബാനോട് അറിയിക്കായികയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത്. ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി. അവൻ പുറപ്പെട്ട് നദി കടന്ന് ഗിലെയാദ് പർവ്വതത്തിന് നേരെ തിരിഞ്ഞു. യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പമെത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ലാബാൻ യാക്കോബിനോടൊപ്പമെത്തി. യാക്കോബ് പർവ്വതത്തിൽ കൂടാരം അടിച്ചിരുന്നു. ലാബാനും തൻ്റെ സഹോദരന്മാരുമായി ഗിലെയാദ് പർവ്വതത്തിൽ കൂടാരമടിച്ചു. ലാബാൻ യാക്കോബിനോട് പറഞ്ഞത്, നീ എന്നെ ഒളിച്ച് പൊയ്ക്കളയുകയും എൻ്റെ പുത്രിമാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോകുകയും ചെയ്തത് എന്ത്? നീ എന്നെ തോൽപ്പിച്ചു രഹസ്യമായിട്ട് ഓടിപ്പോകുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മുരജത്തോടും വീണയോടും കൂടെ നിന്നെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്ക് ഇടതരാതിരിക്കുകയും ചെയ്തതെന്ത്? ഭോഷത്വമാകുന്നു നീ ചെയ്തത്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകട്ടെ, നിന്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോന്നു. എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന്? യാക്കോബ് ലാബാനോട്, പക്ഷേ നിന്റെ പുത്രിമാരെ നീ എൻ്റെ പക്കൽ നിന്ന് അപഹരിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ നീ ആരുടെ പക്കൽ എങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടിരിക്കരുത്. എൻ്റെ പക്കൽ നിന്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുകെ നോക്കിയെടുക്ക എന്ന് ഉത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല.
അങ്ങനെ ലാബാൻ യാക്കോബിൻ്റെ കൂടാരത്തിലും ലേയയുടെ കൂടാരത്തിലും 2 ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി, ഒന്നും കണ്ടില്ലതാനും. അവൻ ലേയയുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി റാഹേലിൻ്റെ കൂടാരത്തിൽ ചെന്നു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി, കണ്ടില്ലതാനും. അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ശോധന കഴിച്ചു, ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ലതാനും. അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു. അവൻ ലാബാനോട് വാദിച്ചു. യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ കുറ്റം എന്ത്? നീ ഇത്ര ഉഗ്രതയോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എൻ്റെ തെറ്റ് എന്ത്? നീ എൻ്റെ സമാധാനമൊക്കെയും ശോധന കഴിച്ചുവല്ലോ. നിന്റെ വീട്ടിലെ സാമാനം വല്ലതും കണ്ടുവോ? എൻ്റെ സഹോദരന്മാർക്കും നിന്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വെക്കുക. അവർ നമുക്കിരുവർക്കും മധ്യേ വിധിക്കട്ടെ. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്ക് ഇല്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. ലാബാൻ യാക്കോബിനോട്, പുത്രിമാർ എൻ്റെ പുത്രിമാർ, മക്കൾ എൻ്റെ മക്കൾ, ആട്ടിൻകൂട്ടം എൻ്റെ ആട്ടിൻകൂട്ടം, നീ കാണുന്നതൊക്കെയും എനിക്കുള്ളത് തന്നെ. ഈ എൻ്റെ പുത്രിമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാൻ ഇനി എന്തു ചെയ്യും? ആകയാൽ വരിക, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. അത് എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. കല്ല് കൂട്ടുവിൻ എന്ന് യാക്കോബ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിന് യഗർ സഹദൂഥ, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ്, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗാലേദ് എന്നും മിസ്പ, കാവൽമാടം എന്നും പേരായി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ. നീ എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോടുകൂടെ ആരും ഇല്ല. നോക്കുക, ദൈവം തന്നെ എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് അവൻ പറഞ്ഞു. ലാബാൻ പിന്നെയും യാക്കോബിനോട്, ഇതാ ഈ കൂമ്പാരം, ഇതാ എനിക്കും നിനക്കും മധ്യേ നിർത്തിയ തൂൺ. ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതെയും നീ ഈ കൂമ്പാരവും ഈ തൂണും കടന്ന് എൻ്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി, ഈ തൂണും സാക്ഷി. അബ്രഹാമിൻ്റെ ദൈവവും നാഹോരിൻ്റെ ദൈവവും അവരുടെ പിതാവിൻ്റെ ദൈവവുമായവൻ നമുക്ക് മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗമർപ്പിച്ചു. ഭക്ഷണം കഴിപ്പാൻ തൻ്റെ സഹോദരന്മാരെ വിളിച്ചു. അവർ ഭക്ഷണം കഴിച്ചു പർവ്വതത്തിൽ രാപാർത്തു. ലാബാൻ അതികാലത്തെഴുന്നേറ്റു തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട്
സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അധ്യായം 32. യാക്കോബ് തൻ്റെ വഴിക്ക് പോയി. ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനയീം എന്ന് പേരിട്ടു. അനന്തരം യാക്കോബ് ഏദോം നാടായ സെയീർ ദേശത്ത് തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, എൻ്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവിൻ, നിന്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി പാർത്തു, ഇന്നുവരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരും ഉണ്ട്. നിനക്കെന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനനെ അറിയിപ്പാൻ ആളയക്കുന്നത്. ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു ഭയവശനായി തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്നു അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. അന്ന് രാത്രി അവൻ അവിടെ പാർത്തു. തൻ്റെ പക്കൽ ഉള്ളതിൽ തൻ്റെ സഹോദരനായ ഏശാവിന് സമാനമായിട്ട് 200 കോലാടിനെയും 20 കോലാട്ടുകൊറ്റനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ട് കൊറ്റനെയും കറവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺ കഴുതയെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തൻ്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടുവിൻ എന്ന് പറഞ്ഞു. ഒന്നാമത് പോകുന്നവനോട് അവൻ, എൻ്റെ സഹോദരനായ ഏശാവ് നിന്നെ കണ്ട്, നീ ആരുടെ ആൾ? എവിടെ പോകുന്നു? നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ, നിന്റെ അടിയാൻ യാക്കോബിൻ്റെ വക ആകുന്നു. ഇത് യജമാനനായ ഏശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം. അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണം എന്ന് കൽപ്പിച്ചു. 2-മത്തവനോടും 3-മത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാവരോടും, നിങ്ങൾ ഏശാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവിൻ, അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറവിൻ എന്ന് അവൻ കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം, പക്ഷേ അവന് എന്നോട് ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മാനം അവൻ്റെ മുമ്പായി പോയി. അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ
അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരേണം എന്നപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിൻ്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല.